ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെ എൻ്റെ സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. മടങ്ങി വരൂ മിസ്റ്റർ ദിലീപേട്ടൻ, മടങ്ങി വരൂ. നിങ്ങളെ എവിടെയാണ്? ഷേ, இந்த வாட்டியாவது தூக்க முடியுமா? இந்த വാട്ടി മുടിച്ചതാവണം. ഈ സിനിമയ്ക്ക് ശേഷം വരാൻ വേണ്ടി പോകുന്ന സിനിമ ബബ്ബ, അതിലെനിക്ക് വല്ലാത്തൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. നല്ല ഗംഭീര സിനിമയായിരിക്കുന്നൊരു വിശ്വാസമുണ്ട്. അതൊന്നും നന്നാവട്ടെ. ഈ വരാൻ വേണ്ടി പോണതും നന്നാവണം. പ്രിൻസ് ആൻഡ് ഫാമിലി. എത്ര നാളായി മര്യാദയ്ക്ക് ഒരു സിനിമ പുള്ളി തന്നിട്ട്. എനിക്ക് പുള്ളിയോട് വിരോധമുള്ളത് കൊണ്ട് പറയുന്നൊന്നുമല്ല കേട്ടോ. എനിക്കൊരു വിരോധമില്ല. പുള്ളിനെ ജെനുവിൻലി ഇഷ്ടപ്പെടുന്ന ആളുകൾ ചിന്തിക്കുന്ന അതേ കാര്യം തന്നെ ഞാനും പറയുന്നുള്ളൂ. ഈ അടുത്ത കാലത്തായിട്ട് പുള്ളിയുടെ ഫിൽമോഗ്രഫി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശോകമാണ്. ബാന്ദ്ര ഞാൻ പറയേണ്ട കാര്യമില്ല. അത് പൊട്ടി, കുറേ ട്രോളും വന്നു. പിന്നെ കേശു ഈ വീടിൻ്റെ നാഥൻ, അത് OTTക്ക് പോയി. അതും വലിയ റെസ്പോൺസൊന്നും കിട്ടിയില്ല. നെഗറ്റീവ് റെസ്പോൺസൊക്കെ തന്നെയായിരുന്നു തോന്നുന്നു ആ ഒരു സിനിമയ്ക്കും. ഗംഭീരം ഒന്നും പറയാനുള്ള സ്റ്റഫ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഈ വന്ന സിനിമകളിൽ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് വോയിസ് ഓഫ് സത്യനാഥനാണ്. നല്ലൊരു സിനിമയായിരുന്നു. അത്യാവശ്യം ആളുകളും കയറി കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു ആ ഒരു സമയത്ത്. അത് കമ്പാരിറ്റീവ്ലി ബെറ്ററാണ് ഞാൻ ആക്ച്വലി പറയുന്നത്. ഈ ഒരു കുറച്ച് നാളത്തെ പീരീഡിൽ വന്ന സിനിമകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സോ ഒരു നെഗറ്റീവ് റെസ്പോൺസും അല്ലെങ്കിൽ മിക്സഡ് ആ ഒരു ലെവലിലാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു കംബാക്ക് ഇപ്പോൾ നീഡഡാണ്. ഇനി അധികം അങ്ങോട്ട് വൈകിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അതാണ് സ്ഥിതി. നല്ലൊരു സിനിമ ഇനി വരണം, ഗംഭീര ഒരു സിനിമ ഇനി വരണം. പുള്ളി മോശമായിട്ടുള്ള നടനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് അഭിനയം കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു അവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പുള്ളി പണി നിർത്തുന്നതാണ് നല്ലതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. പുള്ളി നല്ല പൊട്ടൻഷ്യലൊക്കെ ഉള്ളൊരു നടനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഒരു വിഷമത്തോട് കൂടിയിട്ട് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ, പുള്ളിനെ ആക്ടർ എന്നുള്ള രീതിയിൽ കണ്ടിട്ട് ഞാനിങ്ങനെ പറയുന്നതിൻ്റെ കാരണം അതാണ്. നല്ല പൊട്ടൻഷ്യൽ ഉണ്ടേ. പുള്ളി എന്തോരം നല്ല നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. അത് ഈ കോമഡി എന്ന് പറഞ്ഞിട്ട് മാത്രമല്ലല്ലോ പുള്ളി ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അങ്ങനെ ആ ഒരു ലെവലിൽ മാത്രമല്ലല്ലോ നമ്മൾ പുള്ളിനെ കൺസിഡർ ചെയ്യുന്നത്. പുള്ളി അഭിനയ പ്രാധാന്യമുള്ള നല്ല നല്ല ഒരുപാട് സിനിമകളും മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയും പുള്ളിക്ക് അങ്ങനെ നല്ല ക്യാരക്ടേഴ്സും നല്ല കഥയുടെ ഒക്കെ ഭാഗമാവാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ എന്തൊക്കെയൊക്കെയോ ഒരു മിസ്സിങ് ഇപ്പോൾ തോന്നുന്നുണ്ട്. പുള്ളിയെ തേടി നല്ല സ്ക്രിപ്റ്റും കഥാപാത്രങ്ങളും വരാത്തതാണോ, അതോ പുള്ളി മര്യാദയ്ക്ക് തിരഞ്ഞെടുക്കാത്തതാണോ എന്നൊന്നും എനിക്ക് ആക്ച്വലി അറിയില്ല. എന്തായാലും എല്ലാം നല്ലതുപോലെയൊക്കെ നടക്കട്ടെ. അല്ലാതെ ഇപ്പം എന്താ പറയുക. ആ രാവിലെയിലേക്ക് എന്ത് ഗംഭീര സിനിമയായിരുന്നു അത്. പിന്നെ നല്ല കിടിലൻ സ്ക്രിപ്റ്റുമാണ്, കിടിലൻ ക്യാരക്ടറും കിട്ടിയ സമയത്ത് പുള്ളി അത് ഗംഭീരമായിട്ട് ചെയ്തു. അത് ഗംഭീര സിനിമയായി. ഒരുപാട് പോസിറ്റീവും കാര്യങ്ങളൊക്കെ വരികയും ചെയ്തു. സോ അങ്ങനെ ഒരു റെസ്പോൺസ് വേണം. ഇപ്പം ഈ കംബാക്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ആവറേജ് റെസ്പോൺസ് പോരാ. നമുക്കൊരു ഗംഭീര അടിപൊളി സിനിമ എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി പറ്റണം. സോ അങ്ങനെ ഒരു സിനിമയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിപ്പോൾ ഈ പറഞ്ഞ പ്രിൻസ് ആൻഡ് ഫാമിലിയിലൂടെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കട്ടെ. അതിനുശേഷം ബബ്ബയിലൂടെ തുടരാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. ഇപ്പം എത്ര ആൾക്കാരെ ഇനി കംബാക്ക് ചെയ്യാനുള്ളത്? സൂര്യ റെട്രോയിൽ കംബാക്ക് തരുമെന്ന് വിചാരിച്ചു, കംബാക്ക് തന്നില്ല. ഒരുമാതിരി പരിപാടിയായി പോയി. സൂര്യ വെയിറ്റിംഗ് ആണ്, നിവിൻ പോളി വെയിറ്റിംഗ് ആണ്. ലാലേട്ടൻ കംബാക്ക് തന്നു. എവിടെയും പോയിട്ടല്ല, പക്ഷെ നല്ലൊരു സിനിമ എന്ന രീതിയിലാണ് പറയുന്നത്. ലാലേട്ടൻ കംബാക്ക് തന്നു. ഇനി ദിലീപേട്ടനും കൂടി കംബാക്ക് തരണം. ജയറാമായിട്ട് നല്ലൊരു കംബാക്ക് തരണം. അപ്പോൾ എല്ലാവരും തരട്ടെ കംബാക്ക്. അപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലിയിലേക്ക് വരാം. ആകെ 45 സെക്കൻഡേ ഉള്ളൂ ഈ ടീസർ. നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു പോസ്റ്റർ നല്ല രസമുണ്ട്. ഒരു പോസിറ്റീവ് വൈബൊക്കെ ഉണ്ട്. എല്ലാവരും ചിരിച്ചിട്ടൊക്കെ ഇരിക്കണു. ധ്യാൻ്റെ ഒക്കെ ശരിയാണ്ട. ഈ ചങ്ങാതി ജസ്റ്റ് അപ്പിയറൻസ് ഒന്നുമല്ലല്ലോ. മുഴുനീളമായിട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ലേ? മുഴുനീളമായിട്ടുണ്ടെങ്കിൽ രസമായിരിക്കും. ദിലീപേട്ടനും ധ്യാൻ ശ്രീനിവാസും ഒരുമിച്ചൊക്കെ ഉള്ള പരിപാടിയൊക്കെ ആണെങ്കിൽ രസമായിരിക്കും. അപ്പോൾ ടീസർ കാണാം. ശിശിരകാല മേഘമിഥുനരതി പരാഗമോ. ഇനിവിടെ ആർക്ക് ചോറ് വേണ്ടേ? ഇവിടെ ചോറ് ഒറ്റക്കൊണ്ടോ? അല്ല, മോളുണ്ട്. മോളെ ഏത് ക്ലാസ്സിലാ? മിസ്സിന്റെ മക്കളൊക്കെ എത്രയായി? അങ്ങനെ കല്യാണമായിട്ടില്ല. അതെയാ? കല്യാണ പ്രായം പിള്ളേരെ? അല്ല, എന്റെ കല്യാണമായിട്ടില്ല. സോറിടാ, ഇറ്റ്സ് ഓക്കേടാ. മോള് ചോറ്
ചെറിയൊരു ടീസർ കേട്ടാ, ചെറിയൊരു ടീസർ, സിമ്പിൾ ആയിട്ടുള്ളൊരു ടീസർ, കൂടുതലൊന്നുമില്ല, ഇങ്ങനെ ഓവറാക്കി അങ്ങനെ കാണിച്ചു തന്നിട്ടൊന്നുമില്ല, സിമ്പിൾ, വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടീസർ. ഇതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ കണ്ടിട്ട് കൊള്ളാവുന്നൊരു നല്ലൊരു ഫാമിലി സിനിമയായിരിക്കും എന്നൊക്കെ തോന്നുന്നുണ്ട്. മഞ്ജു പിള്ളയൊക്കെ ഉണ്ട്. എനിക്ക് എന്താ അറിയില്ല, മഞ്ജു പിള്ളയെ ഭയങ്കര ഇഷ്ടമാണ്. അവർ ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ആക്ച്വലി കിടക്കുന്നുണ്ട്. അത് അവർ ഹോം പോലത്തെ ഒരു സിനിമ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഫാമിലി എന്നുള്ള സിനിമയിലൊക്കെ നല്ല ക്യാരക്ടേഴ്സൊക്കെ ചെയ്തുകൊണ്ടാണ് തോന്നുന്നു. അവർ തന്നെ ഒരു സിനിമയിൽ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ഒരു 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 ചെറിയ പ്രതീക്ഷയൊക്കെ ആക്ച്വലി തോന്നും. ഇതിൻ്റെ അകത്ത് അവരുണ്ട്. വരട്ടെ. ഉർവശി ചേച്ചിയുണ്ട്, നല്ല കാസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. സിനിമ വരട്ടെ, സൈലൻ്റായി വന്നിട്ട് നല്ലൊരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. ഇപ്പോൾ ദിലീപേട്ടൻ്റെ പടമാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പടങ്ങൾ, ഇപ്പോൾ കോമഡി അല്ലെങ്കിൽ ഫാമിലി പ്രിഫർ ചെയ്ത് വരുന്ന സിനിമകളൊക്കെ ഫസ്റ്റ് ഡേ അത്യാവശ്യം പോസിറ്റീവ് റെസ്പോൺസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫാമിലി തന്നെ പുള്ളിയുടെ കാര്യം നോക്കിക്കോളും. പിന്നെ അത്യാവശ്യം നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടി വന്നു കഴിഞ്ഞാൽ ഈ സിനിമയൊക്കെ കയറും. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ വരട്ടെ, നമ്മുടെ ആഗ്രഹമാണ് ആക്ച്വലി പറയുന്നത്. അങ്ങനെ ഫീൽഡ് ഔട്ടായി പോകേണ്ട ഒരു ആക്ടർ അല്ലല്ലോ. പിന്നെ ഈ കേസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർക്ക് പുള്ളിയോടൊരു വിരോധവും അല്ലെങ്കിൽ ഒരു അകൽച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഫാക്റ്റാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്, ഞാൻ മുമ്പൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, കേസും കാര്യമൊന്നും ഞാൻ ഇപ്പോൾ നോക്കുന്നില്ല. കാരണം കോടതി തീരുമാനിക്കണം. കോടതി തീരുമാനിച്ചിട്ട് പുള്ളി ശിക്ഷിക്കപ്പെടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവട്ടെ. ഇനി കോടതി വിധിച്ചിട്ട് പുള്ളിക്ക് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു സാധനം വരട്ടെ. കോടതിയിൽ നിൽക്കുന്ന കാര്യമില്ല, അത് വിധി വരട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ കിടക്കട്ടെ, കേസിൻ്റെ വഴിക്ക് നടക്കട്ടെ. അവിടെ നീതി കിട്ടേണ്ട ആൾക്കാർക്ക് അത് നീതി കിട്ടണം, അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ സിനിമ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് അതിനെ വേറെ രീതിയിലാണ് ഞാൻ കാണുന്നത്. സോ വളരെ ആത്മാർത്ഥമായിട്ട് പുള്ളിയുടെ നല്ലൊരു കംബാക്ക് അല്ലെങ്കിൽ നല്ലൊരു സിനിമ വരണം എന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ്. സോ അത് സംഭവിക്കട്ടെ. എന്തോരം സിനിമകളുണ്ടോ, അയ്യോ, എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ദിലീപ് എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ജനപ്രിയ നായകൻ എന്നൊക്കെ രീതിയിൽ പറയുന്ന സമയത്ത് പുള്ളിയുടെ കുറേ കോമഡി സിനിമകളായിരിക്കും ഓർക്കുന്നത്. ഒരുപാട് സിനിമകൾ പുള്ളി ചെയ്തിട്ടുണ്ടല്ലോ. നമുക്ക് അങ്ങനെയുള്ള ദിലീപിനെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ അതല്ലാത്തൊരു ദിലീപ് ആക്ച്വലി ഉണ്ട്. ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് നല്ല അഭിനയ പ്രാധാന്യമുള്ള സാധനങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല ക്യാരക്ടേഴ്സ് പുള്ളി ആക്ച്വലി ചെയ്തിട്ടുണ്ട്. നല്ല പൊട്ടൻഷ്യലുള്ള, നല്ല കാലിബറുള്ളൊരു ആക്ടറാണ് പുള്ളി. സോ ഇങ്ങനെ ഒരു കരിയറിലൊരു ഡ്രോപ്പും എന്താ പറയുക, ഈ ഒരു ഫെയിലിയേഴ്സും ഒക്കെ വരുന്ന സമയത്ത് ഓ മൈ ഗാഡ്, ലെറ്റ് ഹിം കം ബാക്ക് എന്നുള്ളൊരു ഇത് തോന്നുകയാണ്. ഒരു സിനിമ രീതിയിലിട്ടോ പറയുന്നത്. സിനിമകളെ പൊട്ടുന്ന കാണുമ്പോൾ നമുക്കൊരു പ്രയാസം. സോ അങ്ങനെ പോകേണ്ട ഒരാളല്ലല്ലോ. സോ അതുകൊണ്ട് പറയുന്നതാണ്. അപ്പം ശരി, എന്നാൽ ബൈ, ടേക്ക് കെയർ. വേറൊന്നുമില്ലോ. ഇനി അല്ലാതെ വല്ല വിശേഷം ഉണ്ടായാച്ചാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. സോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടെയുള്ള മണി ഐക്കണും കൂടി ഒന്ന് നോണ്ടി വിടൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്.